തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് തിരിച്ചടി. മുട്ടടയിലെ സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. ഇതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകില്ല. അപ്പീല് പോകാനാണ് UDFന്റെ തീരുമാനം. സഫാൻ VP ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സഫാൻ, കോൺഗ്രസ് പ്രതീക്ഷയോടെ കണ്ട സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ. എന്താണ് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്? UDFന്റെ തീരുമാനം, അടുത്ത നീക്കം എങ്ങനെയാണ്? പേര് അതിലില്ലാത്തത്, അതുകൊണ്ടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ വന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ അപേക്ഷയിൽ തെറ്റായ മേൽവിലാസം നൽകിയെന്ന് CPM പരാതി നൽകിയിരുന്നു. ഈ പരാതിക്ക് പിന്നാലെ ഹിയറിങ്ങിനൊക്കെ വൈഷ്ണവെ വിളിച്ചിരുന്നു. ഈ പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി വൈഷ്ണവക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മത്സരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാർഡിൽ വോട്ടർ പട്ടിക പേര് വേണമെന്നാണ് നിയമം. ഇതോടുകൂടി പേര് നീക്കപ്പെട്ടതിനെ തുടർന്ന് വൈഷ്ണവക്ക് ഇത്തരത്തിൽ മത്സരിക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. മുട്ടടയിലെ കുടുംബ വീടുള്ള വൈഷ്ണ അമ്പലമുക്കിലെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് തെറ്റായ മേൽവിലാസം നൽകിയെന്ന് CPM പറയുന്നത്. എന്നാൽ ഈ ആരോപണം തെറ്റാണ് എന്നാണ് വൈഷ്ണ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിൽ വോട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ, വോട്ട് ചെയ്ത സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അപ്പീൽ പോകാനാണ് ഇപ്പോൾ നിലവിൽ UDFന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം. അതിനനുസരിച്ച് നിയമ നടപടികൾ ആലോചിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനെ കുറിച്ചടക്കം കോൺഗ്രസ് തീരുമാനിക്കും. ജീന സൂചിപ്പിച്ച കോൺഗ്രസ് ഒരു യുവ മുഖമായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വലിയ ശ്രദ്ധ വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു, ആർത്തത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിലെ പേര് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് CPMന്റെ പരാതിയെ തുടർന്ന് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിയമക്കുരുക്കും അവിടെ മുന്നിലെത്തുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ഏതായാലും കോൺഗ്രസ് ഇതിന്റെ നിയമ നടപടി ആലോചിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഒരു തീരുമാനം, ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കടക്കുക. ശരി, സഫാൻ VP ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി വൈഷ്ണയുടെ പ്രതികരണത്തിലേക്ക്. അപ്പോൾ വോട്ട് വെട്ടിയെന്ന് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും. അതിന്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി ഫോർവേഡ് ചെയ്യും. വൈഷ്ണവ്ക്ക് ഇനി മത്സരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ല, മത്സരിക്കാൻ കഴിയുന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാം. മത്സരിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണല്ലോ. അപ്പോൾ നമുക്കത് നോക്കാം. അത് ഈ പറഞ്ഞ പോലെ പാർട്ടി അതെന്താ വെച്ചാൽ നോക്കി ചെയ്തോളൂ. ഒരു CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത്? അല്ല, ഇതിപ്പോ പരാതിപ്പെട്ടത് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെങ്കിലും അത് പുള്ളിയുടെ മാത്രം ഒരു പരാതിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇത്രയധികം പ്രഷർ കോർപ്പറേഷനിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർ ബാക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഈ വിഷയത്തിലൊന്നും പറയാനില്ല.